പ്രണയം. ചില കൗതുക വസ്തുതകൾ. പ്രണയവും വിരഹവുമൊന്നും അസാധാരണമായ കാര്യങ്ങളല്ല. പ്രേമം വളരെ സുന്ദരമായ അനുഭവമാണെന്നും പ്രണയാനുഭവങ്ങൾ കൈപ്പേറിയതാണെന്നുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. പ്രണയത്തെക്കുറിച്ചുള്ള ചില കൗതുകകരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലറിയാം. പ്രണയം. ചില കൗതുക വാർത്തകൾ. പ്രണയത്തിൽ ഉപയോഗിക്കുന്ന ഹാർട്ട് സിംബൽ 1250 മുൻപ് ഇലകളുടെ കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. പ്രണയം ജോലിയിലെ കാര്യക്ഷമത അല്പം കുറയ്ക്കുമെന്ന് പറയാം. പ്രണയം നിങ്ങളുടെ ഏതെങ്കിലും 2 നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തുമെന്ന് കണക്കുകൾ പറയുന്നു. പ്രണയിക്കുന്നവർക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന പ്രശ്നമുള്ളവരോട് സാമ്യമുണ്ടെന്നാണ് വേറൊരു കണ്ടുപിടുത്തം. ഫിലോഫോബിയ എന്നൊരു ഫോബിയയുണ്ട്. ആരെങ്കിലുമായും പ്രണയത്തിലായോ എന്നുള്ള ഒരു ഭയം. Match.com എന്നൊരു ഡേറ്റിംഗ് വെബ്സൈറ്റുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഗേൾഫ്രണ്ട് ഇതിൽ കണ്ടൊരു പുരുഷനുമായി ഡേറ്റിംഗ് നടത്തി ഉടമസ്ഥനെ വിട്ടുപോയി. 2014 വാലന്റൈൻസ് ദിനത്തിൽ അരിസോണയിലെ ഒരു ജയിൽ പുള്ളി തൻ്റെ പ്രണയിനിയെ കാണാൻ തടവുചാടി. ഓൺലൈനിലൂടെ പ്രണയത്തിലാകുന്ന 23% കമിതാക്കളും വിവാഹം കഴിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്തിൽ ഒരു ദിവസം 3 മില്യൺ പുതിയ കമിതാക്കൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക്. ഇൻ്റർനെറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് LOL എന്ന പദം ലോട്ട്സ് ഓഫ് ലവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതെങ്കിലും പ്രശസ്ത വ്യക്തികൾ താനുമായി പ്രണയത്തിലാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇറോട്ടോമാനിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിവാഹിതരായിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് സന്തോഷകരമായ ദമ്പതികളെയാണ്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങൾ സന്തോഷകരമായ സിംഗിൾസിനെ കാണുന്നു. റോസാപ്പൂവ് പ്രണയത്തിൻ്റെ ഒരു പരമ്പരാഗത പ്രതീകമാണ്. അവയുടെ നിറത്തെ ആശ്രയിച്ച് സ്നേഹത്തിൻ്റെ വ്യത്യസ്ത സൂക്ഷ്മതകൾ നിർദ്ദേശിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ചുവന്ന റോസാപ്പൂക്കൾ അഭിനിവേശവും യഥാർത്ഥ സ്നേഹവും സൂചിപ്പിക്കുന്നു. ഇളം പിങ്ക് ആഗ്രഹം, ഊർജം എന്നിവ സൂചിപ്പിക്കുന്നു. ഇരുണ്ട പിങ്ക് നന്ദിയേറിയതാക്കുന്നു. മഞ്ഞ റോസാപ്പൂക്കൾക്ക് സൗഹൃദമോ അസൂയയോ ആകാം. ഒരു ലാവൻഡറിന് അല്ലെങ്കിൽ മുള്ളുകൾ കുറഞ്ഞ റോസിന് ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹമാണ്. വെളുത്ത റോസാപ്പൂക്കൾ നിഷ്കളങ്കമായ അല്ലെങ്കിൽ സ്ഥായിയായ സ്നേഹം സൂചിപ്പിക്കുന്നു. ചില റോസാപ്പൂക്കൾ കൂടുതൽ സങ്കീർണമായ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നതിന് വർണ്ണങ്ങൾ സംയോജിപ്പിക്കുന്നു.